Okay, let's start. അപ്പൊ ഇന്നത്തെ പരിപാടി നിങ്ങളെന്താ പറയുക? ഇന്നത്തെ പരിപാടി എഡ്യൂപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ ക്യാമ്പസ് ടൂർ മുഴുവൻ കാണിച്ചു. അപ്പോ സാർ ആരാണ്? ഐ ആം ദ ഫൗണ്ടർ. എന്ത് ചോദ്യമാണ്. ഞാൻ എഡ്യൂപോർട്ടിന്റെ ഫൗണ്ടറും സിഇഒയും. എൻ്റെ പേര് അജാസ് മുഹമ്മദ് എന്നാണ്. ഞാനൊരു NIT കാലിക്കറ്റ് ഗ്രാജുവേറ്റ്. അത് അവര് ചോദിച്ചില്ലല്ലോ. അത് ജസ്റ്റിന്റെ കൂടെ പറയണം, നമ്മളൊരു മാസ്റ്റർ പീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളത്? ഇതാണ് പറഞ്ഞുതരാം. ഇത് എന്ത് ക്യാമ്പസ്? നീറ്റ് ആൻഡ് ജെഇ ക്യാമ്പസ്. ഓക്കെ, യെസ്. അപ്പൊ ഈ പിള്ളേർ ആരാന്നും കൂടെ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് ഒന്ന് കാണാം, വിശേഷങ്ങളൊക്കെ പറയാം. യെസ്, ദിസ് ഈസ് മിസ്റ്റർ അസീം, നമ്മുടെ ജെഇയുടെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. സന, മൈക്ക് ബുക്ക് വെച്ചോ. ഞാൻ സന, എഡ്യൂപോർട്ട് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ +2 പഠിക്കുന്നു. നീറ്റ് ബാച്ച്. ഇത് ജെഇ, അത് നീറ്റ്. പഠിച്ചട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചോദിക്കും മറ്റേ 2 കുട്ടികൾക്ക് കിട്ടിയോ എന്നുള്ളത്. ഇപ്പൊ എന്തായാലും നീറ്റ് റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ടോപ്പിലും ജെഇ ഫേസ് ആണ്. ഇത് ജനുവരി കുറച്ച് കാലമേ ഉള്ളൂ, ടോപ്പിൽ വരണം. ഓക്കെ, ഇത്ര സ്പീഡ് പോയാൽ ഇത് വീഡിയോ 2 മിനിറ്റോട് തീർന്നു. ഞാനൊക്കെ ഇങ്ങനെ ക്യാമ്പസ് ടൂർ എടുക്കുമ്പോൾ എങ്ങനെ നടക്കുക? പിന്നെ കുറച്ച് ബാക്കൗട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾ നാച്ചുറലി ചെയ്ത ആൾക്കാരുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യാമ്പസിന്റെ ആംബിയൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രീമാണ് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പസ് എൻ്റെ ഒരു വാശിയാന്ന് തന്നെ വേണേൽ പറയാം. ഞങ്ങൾ പല ക്യാമ്പസുകൾ ഇങ്ങനെ പോയി നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നിർബന്ധമായിരുന്നു ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ക്യാമ്പസ്. അതായത് ഇവർ എന്തൊക്കെ പറഞ്ഞാലും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു പ്രോപ്പർ ക്യാമ്പസ് ലൈഫ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോസ്റ്റലുകൾ തൊട്ടടുത്തായിരിക്കണം. അപ്പം അതാണ് ഒരു ഹോസ്റ്റൽ. എനിക്കൊന്ന് 1 മിനിറ്റ് ദൂരത്തിലായിരിക്കും. മറ്റൊരു ഹോസ്റ്റൽ അവിടെയും ഗേൾസ് ഹോസ്റ്റൽ അവിടെയുണ്ട്. എല്ലാം കൂടെ മാക്സിമം 2 മിനിറ്റ് നടക്കാനേ ഉണ്ടാവുള്ളൂ, മാക്സിമം ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ് റൂമിലേക്ക്. ഇതെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെന്താണ് ഒരു എൻട്രൻസ് എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ അകലെയാണ് നമ്മൾ ഹോസ്റ്റലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാൻ 1 മണിക്കൂർ യാത്രാക്ഷീണമൊക്കെ മാറ്റി വെച്ചിട്ട്. ഇപ്പം +1 +2 കൂടെ ഒരു 250 ഡേയ്സ് ഈച്ച് ഇയർ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു 500 ദിവസം അവരങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരും. 500 മണിക്കൂർ പോകും. എൻ്റെ ആവറേജ് നമ്മളൊരു 5 മണിക്കൂറൊക്കെ അല്ലേ പഠിക്കും ഒരു ദിവസം. സോ 500 മണിക്കൂർ ബസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിവസം പഠിക്കേണ്ട സമയം. അതെന്തായിരിക്കും? ഉറപ്പായിട്ട് ഇവരെ റാങ്കിനെ ഇമ്പാക്ട് ചെയ്യാം. അപ്പം ഹോസ്റ്റലുകൾ തൊട്ടടുത്ത് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ മൂന്നാമതൊരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 വാശികളാണ്. മൂന്നാമത്തെ വാശി എന്ന് പറയുന്നത് സ്റ്റഡി ഹാൾ എന്തായിരിക്കണം? AC ആയിരിക്കണം എന്നുള്ളത്. അതായത് ക്ലാസ് റൂം AC ഒരുവിധം എല്ലാ ക്യാമ്പസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ 99% ക്യാമ്പസിലും ക്ലാസ് റൂം. പക്ഷേ സ്റ്റഡി ഹാളിലാണ് ഇവരുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അല്ല, മറ്റ് കോച്ചിങ് സെന്ററിലൊന്നും AC ഇല്ല എന്നാ പറയുന്നത്? ക്ലാസ് റൂം എല്ലായിടത്തും AC ആണ്. സ്റ്റഡി ഹാൾ AC ആയിട്ടുള്ള കോച്ചിങ് സെന്റർ എൻ്റെ അറിവിലില്ല. ഓക്കെ, പ്രോപ്പർ എൻട്രൻസ് കോച്ചിങ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്റ്റഡി ഹാളിലാണ് അവസാനം റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഈ ചൂടത്ത് ഭയങ്കര പ്രശ്നമാണ്. അവിടെ എന്താണ് എയർ കണ്ടീഷൻ സ്റ്റഡി ഹാൾ ആണെങ്കിൽ ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു ക്യാമ്പസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോളേജ് ഈ ബ്യൂട്ടിഫുൾ ക്യാമ്പസിലേക്ക് എത്തിയത്. അപ്പൊ നീ ബാക്കി കാര്യങ്ങളൊക്കെ. അല്ല, എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്. ഈ ഒരു ക്യാമ്പസിന്റെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ക്യാമ്പസിൽ എങ്ങനെയാണ് ജാസ കാണുന്നത്? 10 വർഷം കഴിഞ്ഞാൽ ഈ ക്യാമ്പസിൽ മലയാളികൾ മാത്രമായിരിക്കില്ല, ഇന്ത്യയിലെ കോട്ടയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇന്ത്യയിൽ ശരിക്കും എൻട്രൻസ് പഠിക്കാൻ കുട്ടികൾ പോകുന്നത് രാജസ്ഥാനിലെ കോട്ടയിലേക്കാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും രാജസ്ഥാൻ പഠിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് കേരളത്തിൽ പഠിക്കാൻ. ആകെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റണം? കുറച്ച് ടോപ്പ് റാങ്കുകളാണ്. ഇപ്പം നമ്മൾ മത്സരം മൊത്തം കേരളത്തിലെ ടോപ്പാണ്. ഒരു 10 വർഷം ആകുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻ്റ്ലി ഓൾ ഇന്ത്യ ടോപ്പ് റാങ്കുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് എന്ത് ചെയ്യും? അന്യ സംസ്ഥാന തൊഴിലാളികളല്ല, വിദ്യാർത്ഥികൾ ഒഴുകിയ. അത് അടിപൊളിയായിട്ടോ, അടിപൊളി കവിയും. അപ്പൊ ഞാൻ ഒരുപാട് ഭാഷകൾ പഠിക്കേണ്ടി വരും ഇനി അടുത്ത കുറച്ച് കഴിഞ്ഞ് ക്യാമ്പസ് ടൂർ എടുക്കണമെങ്കിൽ. ഓക്കെ, എന്തായാലും അത് ദാറ്റ്സ് അമേസിംഗ്. അപ്പൊ ക്യാമ്പസ് കാണിച്ചു കൊടുക്കുക. ഇനി അടുത്ത ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങേണ്ട കുട്ടികളാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. വൃത്തിക്ക് എന്ത് ചെയ്യാ, ഒരു ക്യാമ്പസ് ഒക്കെ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രീമിലേക്ക് എത്തുന്നത്? എനിക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം തന്നെയായിരുന്നു. അങ്ങനെ 10 കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ് നീറ്റ് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ കുറേ ഇത് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഇൻഡിക്കേറ്റഡ് ആയിരിക്കും നല്ലത്, പെട്ടെന്ന് സ്കോപ്പ് ആക്കാം. ഇങ്ങനെ ആരും പറഞ്ഞില്ലേ +2 ഒക്കെ കഴിഞ്ഞ് നമുക്ക് റിപ്പീറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ പോരെ? അങ്ങനെയും കുറെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഒക്കെ നോക്കണം, ഇത്ര നേരത്തെ നോക്കണം, ആ ഒരു രീതിയിലുള്ള ടോക്ക് ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ കുറച്ചും കൂടിയും എല്ലാവരും ഒന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി
പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാട്ട് എത്ര ബെനിഫിറ്റ് ആണ് നമുക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ എഴുതിയാൽ നമുക്ക് ഇയറും പിന്നെ സ്കോപ്പും എല്ലാം കൂടി നോക്കുമ്പോൾ നല്ലൊരു പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെയാണ് മനസ്സിലായി. അങ്ങനെയാണ് എജുപോർട്ടിൻ്റെ ക്യാമ്പസിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയാൽ നല്ലതാണ് അല്ലേ? അപ്പോൾ +1 +2 കൂടെ തന്നെ തന്നെയാണ് നമുക്ക് കിട്ടാനും കുറച്ചുകൂടിയും എളുപ്പം. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെക്കാട്ടും കുറച്ചുകൂടി സ്കോപ്പ് പ്ലസ് ടുവിൻ്റെ കൂടെ ഇൻറ്റിഗ്രേറ്റഡ് ആയി പഠിക്കുന്ന തന്നെ ആൾക്കാണ്. അപ്പം പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നല്ല ഫോക്കസ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ജയിക്കാണ്. സാധാ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റും കൂടി കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാനാണ് ഞാൻ ഇൻ്റഗ്രേറ്റഡ് ചൂസ് ചെയ്തത്. അസീമിന് ഒരിക്കലും പഠിക്കാനിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതായിട്ട് ഫീൽ ചെയ്യൂല. കാരണം എന്താ, ഓൻ ഇഷ്ടപ്പെട്ട് വന്നതാണ് ഈ ഒരു എന്താണ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കണം എന്നുള്ള ഉള്ളിൽ നിന്നുള്ള അത്രയും ആഗ്രഹം കൊണ്ട് വന്നാൽ ഉറപ്പായിട്ടും അസീമിന് പഠിക്കുന്നത് ഒരു ബോറടി ആവില്ല. അപ്പോൾ അസീം നന്നായിട്ട് പഠിക്കും. ആൻഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളും വരും. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കിട്ടിയിട്ടുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലത്. ഓക്കെ, സെന്നോട് ഞാൻ ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള ഫാക്കൽറ്റി ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് വിഷമാവില്ല എന്ന് പറഞ്ഞത്. അത്രയ്ക്ക് എന്താ പറയുക, മറ്റുള്ളവരുടെ മറ്റ് ഫാക്കൽറ്റീസിൻ്റെ ഇമോഷനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന സെന ഭാവിയിൽ ഉയരങ്ങളിലെത്തട്ടെ, നല്ലൊരു ഡോക്ടർ ആവട്ടെ, പേഷ്യൻസിൻ്റെ ഒക്കെ മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ നീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബോട്ടണിയിൽ SD സുജി സാറ് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ ക്ലാസ് കുറച്ച് ക്യാച്ച് ചെയ്യാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ആ NCERT മൊത്തം ബൈഹാർട്ടാക്കുക, NCERT വായിക്കുക. അപ്പോൾ ഓരോ ലൈനിൽ നിന്ന് പല ക്വസ്റ്റ്യനൊക്കെ വരും. പക്ഷേ സാറ് നമുക്ക് ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ഡെയിലി നടക്കുന്ന എക്സാമൊക്കെ ആണെങ്കിലും അപ്പോൾ നമുക്ക് നല്ല സോൾവ് ചെയ്യാൻ പറ്റും. സാറ് ക്ലാസ് നല്ല എളുപ്പത്തേക്ക് ഇതാക്കാൻ പറ്റും. സാറിനെ കുറിച്ച് മുന്നാരോ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ലൈൻ ബൈ ലൈൻ. ലൈൻ ബൈ ലൈൻ അതൊരു പ്രത്യേകതയാണ് ST സാറ്. മീൻസ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ NCERT ഓരോ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അപ്പോഴേ ആ ലൈന് അപ്പോഴേ മനസ്സിലാക്കി. ഇപ്പോൾ ഹോസ്റ്റലിൽ വന്ന് പഠിക്കാനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിക്കുമ്പോഴത്തേക്കോ കണ്ടന്റ് നമുക്ക് ഒരു ഇതാണ് എല്ലാം ഇതിലുണ്ട്. ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിക്കലുണ്ടോ? അല്ലെങ്കിൽ കോഡ് ഉപയോഗിക്കലുണ്ട്. കോഡ് ഇപ്പോൾ കുറേ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ആനിമൽ കിണ്ടത്തിലൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. ആനിമൽ കിണ്ടം നമുക്ക് എടുത്തത് ആസാദ് സാർ ആയിരുന്നു. അപ്പോൾ ആസാദ് സാർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഫയലും വെച്ച് പറയുമ്പോഴൊക്കെ ഭയങ്കര ഇതേക്കും, വ്യത്യസ്ത പേര്, കുറച്ച് ടഫുള്ള പേര്. ആസാദ് സാർ ഇങ്ങനെ പറഞ്ഞ ഒരു പാട്ടിൽ പറയുമ്പോഴും ഒരു കോഡിൽ വെച്ച് പറയുമ്പോഴും അപ്പൊ നമുക്ക് ആ മൈൻഡിൽ തന്നെ നിൽക്കും. പിന്നെ നമ്മൾ ആനിമൽ കണ്ട് പാടാൻ നോക്കും, പിന്നെ നമുക്കത് മൈൻഡിൽ തന്നെ ഉണ്ടാവും, പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കോഡ് കോഡ് പറയുകയാണെങ്കിൽ ഷാഹുൽ സാർ നമുക്ക് ക്ലാസ്സിൽ ഒരു കോഡ് പറഞ്ഞു. ഇലക്ട്രോ കെമിസ്ട്രിയിൽ കോമ്പൗണ്ട്സിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് അത് കൂയി അർജന്റാണ്, ഹജ്ജിന്റെ ബർക്കത്തുകൊണ്ട് ക്ലാസ്സിൽ പെട്ടെന്നൊരു ഗോൾഡൻ ഫ്ലവർ വിരിഞ്ഞു. അത് നമുക്ക് അത് ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആ കോഡാണ് ആദ്യം മൈൻഡിൽ വരിക. ശരിക്കും ഫാക്കൽറ്റീസിനെ പറ്റി പറഞ്ഞല്ലോ എല്ലാം നല്ലതാണ്. പക്ഷെ അതിനെക്കാട്ടും എനിക്ക് പറയാനുള്ളത് ഫാക്കൽറ്റി മാനേജ്മെന്റ് ആണ്. അധികം ആൾക്കാർ ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ല. വിജയ് സാറാണ് ഇവിടുത്തെ ഫാക്കൽറ്റി എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എപ്പം കൊടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ഓഫ്ലൈൻ്റെ ഡയറക്ടറാണ്. ചെങ്ങായി കറക്റ്റ് എഴുതുന്നുണ്ട്. കാരണം ഇവിടെ കുറേ ബാച്ചും കുറേ പൊട്ടൻഷ്യലുള്ള കുട്ടികളും പല ബാച്ചിലെല്ലാം ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് പല സബ്ജക്റ്റിലും പലരായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ ടൈം ടേബിൾ സോർട്ട് ചെയ്യും. ടൈം ടേബിൾ സോർട്ട് ചെയ്തിട്ട് എല്ലാ ബാച്ചിലോട്ടും ഒരേ സമയത്ത് ടോപ്പിക്ക് നീങ്ങണമല്ലോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അത് മാനേജ് ചെയ്യും. കറക്റ്റ് സമയത്ത് ഏകദേശം എല്ലാ ബാച്ചിനും ഒരേ സമയത്താണ് ഏകദേശം എല്ലാ പാഠവും തീരുക. അപ്പം എന്താ പറയുക, ഈ മൊത്തം ക്യാമ്പസും എജുപോർട്ടിൻ്റെ എല്ലാ കുട്ടികളായിട്ടുള്ള എക്സാം എല്ലാം നടത്താൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് സാറിനെയും, ഫിസിക്സിൽ ഷിനാസ് സാറും, മാത്സിലും അനീസ് സാറും, ഇങ്ങനെ സാറുമാരെല്ലാം അടിപൊളിയാണ്. ഭയങ്കര ഇതാണ്. അവരൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അതായത് കണ്ടന്റ് ഇങ്ങനെ വെതറും. നമുക്ക് വേണ്ടത് എടുക്കാം. അതിൻ്റെ പകുതി പഠിച്ചാൽ പോലും ഒരു മെയിൻസ് ലെവൽ സെറ്റാണ്. ഒരു അഡ്വാൻസ് ലെവൽ ക്ലാസ് തന്നെ എടുക്കും. അതായത് മെയിൻസിന് ഇല്ലാത്ത ടോപ്പിക്കും ഇപ്പം തന്നെ എടുക്കും. ഞങ്ങൾ +2 തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും എന്താ പറയുക, അഡ്വാൻസിന് മാത്രം വരുന്നത്. അതായത് മെയിൻസിന് PYQയിലില്ലാത്ത സിലബസിലില്ലാത്ത സാധനം ഇപ്പം തന്നെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഇപ്പം തന്നെ പഠിച്ചു പോയിട്ട് അത് കണക്ട് ചെയ്ത് ബാക്കിയുള്ള പഠിക്കുമ്പോൾ അത് ഓൾറെഡി ഞങ്ങൾ സെറ്റ് ആവും. അപ്പോൾ കൊറേ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഇവിടെ വെച്ച് വന്നൊക്കെ പഠിക്കാൻ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓരോ ക്ലാസ് ചെയ്യുമ്പോൾ ഡെയിലി എക്സാം എടുക്കും. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇപ്പൊ നീറ്റ് കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് ഉള്ളത്. അപ്പോൾ ആ സ്കില്ലിൽ എത്താൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എക്സാം നടത്തുന്നത് 30 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ്. ആ 25 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ബയോളജി ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 30 മിനിറ്റ് എക്സാം ഉണ്ടെങ്കിൽ 25 ക്വസ്റ്റ്യൻ നമുക്കൊരു 10 മിനിറ്റിൽ
വേഗം സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമുക്ക് +1 ആണ്. +1 സ്റ്റാർട്ടിങ് തന്നെ ഡെയിലി എക്സാം, വീക്ക്ലി, മന്ത്ലി, അത് വെച്ചിട്ട് നമുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാം, നമ്മളെവിടെ പഠിച്ചവിടെ എത്തി എന്നുള്ളത്. റാങ്ക് അതിന് അടിസ്ഥാനത്തിൽ റാങ്ക് ഒക്കെ അത് അന്ന് തന്നെ ആ എക്സാം കഴിഞ്ഞ് നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ പാരന്റ്സിനാണെങ്കിലും നമുക്ക് റാങ്ക് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇത്ര പഠിച്ചിട്ട് ഇനി നമുക്ക് ഇമ്പ്രൂവ് ആക്കാനുണ്ട്. ഞാനിപ്പോ കിടക്കുന്നത് 15 റാങ്ക് ആണ്, അത് കയറണം. അതൊരു മെല്ലെ 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 നമ്മൾ എന്തായാലും ആ വർക്ക് നമ്മൾ എത്താൻ നമുക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ മോൾക്ക് എത്തുക തന്നെ ചെയ്യും. പിന്നെ ആ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്നൊന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ സെറ്റ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ സോൾവ് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ ചെയ്ത ഈ ഒരു 25 ക്വസ്റ്റ്യൻ 1 ഡേ ചെയ്യും. ആ എക്സാമിന്റെ കൂടെ നമ്മൾ 25 ക്വസ്റ്റ്യൻ ചെയ്യും. എക്സ്ട്രാ ആ ക്ലാസ്സിന് കുറച്ച് ക്വസ്റ്റ്യൻ സാർമാർ ചെയ്യും. അപ്പൊ ഇപ്പൊ എന്തൊക്കെ ടൈപ്പ് എക്സാമുകളാ? ലൈക്ക് ഡെയിലി ഉണ്ട്, പിന്നെ ഓരോ ചാപ്റ്റർ വീക്ക്ലി എക്സാം എക്സാം മന്ത്ലി ഉണ്ട്, ക്യുമുലേറ്റീവ് ഉണ്ട്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ എടുത്ത മൊത്തം ടാബ് ഇല്ലേ? ഇപ്പൊ ഡെയിലി നമുക്ക് കഴിഞ്ഞ എക്സാം എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഡെയിലി എക്സാം കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമ്മൾ ആൻസർക്ക് ടാബിൽ അപ്ലോഡ് ആവും. അന്ന് വൈകുന്നേരം നമ്മൾ ഹോസ്റ്റലിൽ പോയി അപ്പം നമുക്ക് റിസൾട്ട് കൈ കിട്ടും. അപ്പം നമുക്ക് മനസ്സിലാവും ഇതാണ് എൻ്റെ തെറ്റ് എന്ന് മനസ്സിലായി. ആ ക്വസ്റ്റ്യൻ പേപ്പറും ടാബിലുള്ള ആൻസർ കീയും വെച്ച് നമുക്ക് നമ്മൾ അനലൈസ് ചെയ്യാം. ഞാൻ ചോദിക്കുന്ന ഈ ആൻസർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ? വീഡിയോ സൊല്യൂഷൻ അല്ല, ഡീറ്റെയിൽഡ് ആൻസർ കീ. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആ ക്വസ്റ്റ്യൻ ഏത് ഇക്വേഷൻ എങ്ങനെ അതിലേക്ക് എത്തണം എന്നുള്ള ഡീറ്റെയിൽഡ് ആൻസർ കീ നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിവിടെ ഇപ്പോൾ ഒരു മൈനസ് ഇടാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാവും അവിടെ പ്ലസ് ആണ്, അതാണ് തെറ്റിപ്പോയത്. ആൻസർ കീ മനസ്സിലാവുമ്പോൾ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ അപ്പോൾ എക്സാം ഒക്കെ വളരെ യൂസ്ഫുൾ ആവുന്നുണ്ട്, അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ മെന്റേഴ്സിന്റെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം, മെന്റർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? മെന്റർ അടിപൊളിയാണ്, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യോ അങ്ങനെ പറയുമോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഒരിക്കലും സ്ട്രേഞ്ചർ ഫീൽ അടിക്കണം. നമ്മുടെ കൂടെ നമ്മൾ മെന്റർ നമ്മുടെ കൂടെ താമസിക്കാന്ന് ചെയ്യുക, അങ്ങനെ അങ്ങോട്ടൊന്നല്ല. അപ്പൊ ഞങ്ങളുടെ മെന്റർ, ഞങ്ങളല്ല മെന്റർ അൻസറി മിസ് ആണ്. അൻസറി മിസ് ഇവരെ ആണെങ്കിൽ നമുക്ക് ആകാശ മിസ്സും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉമ്മാന്റെ കെയർ, ഉപ്പാന്റെ കെയർ, അനിയത്തിമാര്, അതൊക്കെ നമുക്ക് ഈ മെന്റേഴ്സിന്റെ നിന്ന് കിട്ടും. നമുക്ക് എന്ത് വിഷമം നമുക്ക് ഓപ്പൺ ആയിട്ട് പോയി സംസാരിക്കാം. നമുക്കൊരു പേടിയില്ല, പ്രശ്നമാവോ ആ ഒരു ഇതില്ല. നമുക്ക് എന്ത് വേണേലും ഓപ്പൺ ആയിട്ട് പറയാം. അപ്പൊ മെന്റർ ആ ഒരു ഇതിൽ തന്നെ നിൽക്കും. എന്താ വാർഡൻ അമ്മയെ പോലാണെന്നൊക്കെ കുട്ടികൾ പറയുന്നത്, അങ്ങനെയാണോ? അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വാർഡൻ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ ഒരു ഉമ്മ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കൊരു ഉമ്മാന്റെ കെയർ ഉണ്ടാവും. അപ്പോൾ ഹോസ്റ്റലിൽ ഇപ്പോൾ ചിലർ ശരിക്കുമല്ലോ ഉമ്മാന്റെ വിട്ടിക്കണല്ലോ അത് ഇതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാത്തിനും കൂടെ വാർഡനും മെൻറ്ററും നമുക്ക് ഭയങ്കര ഒരു ഹോംലി ഫീൽ തന്നെയാണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ. അതെ, ഉറപ്പാണ്. യെസ്, ഹോസ്റ്റലിൽ അടിപൊളി സെറ്റപ്പാണ്. ആൻഡ് ഹോസ്റ്റലിൽ പറയുമ്പോൾ തന്നെ സ്റ്റഡി ഹാള് നല്ല വൈബ് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റഡി ഹാളിലെ അവസ്ഥ എന്താണ്? സ്റ്റഡി ഹാളിൽ പ്രത്യേകം എന്താ വെച്ചാല് നമ്മളിപ്പോ അവിടെ ഇരുന്ന് നമുക്ക് ചിലപ്പോൾ മൂഡ് ഉണ്ടാവില്ല. അത് എ സി ആണ്, അതിപ്പോ ഇമ്പോർട്ടന്റ് ആണ്. അത് ചൂടത്ത് എ സി ആണ്. പിന്നെ ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നമ്മളെ സ്റ്റഡി ഹാളിൽ നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ മൂഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആയി പോകും. അപ്പൊ നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പഠിക്കുന്നു. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് എനർജിയാ, എല്ലാവരും പഠിക്കാം, അപ്പൊ എന്തായാലും പഠിക്കാം, നമുക്കൊരു വാശിയും കൂടി കയറും. ഹോസ്റ്റലിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോണ്ട്രി. എനിക്ക് ശരിക്കും ചിലപ്പം ഭയങ്കര അടിപൊളിയായി തോന്നുന്നുണ്ടാവും. കാരണം വീട്ടിലൊക്കെ ചെറിയ പ്രായത്തില് ഇനി എത്രാം വയസ്സ് മുതൽ അലക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു 8ാം ക്ലാസ് മുതലൊക്കെ എന്തായാലും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ അതൊന്നും ചെയ്യണ്ട. ഇല്ല, ഒന്നും ചെയ്യണ്ട. ഹോസ്റ്റലിലാണെങ്കിൽ നമ്മൾ ഒരു പണി ചെയ്യണ്ട, പഠിച്ചാൽ മാത്രം മതി. ഒരു പണി ഇപ്പൊ ഫുഡ് ആണെങ്കിൽ ഫുഡ് നമുക്ക് കറക്റ്റ് സമയത്ത്, പിന്നെ ലോണ്ടറി ചെയ്യണ്ട, റൂം ക്ലീൻ ചെയ്യണ്ട, എല്ലാത്തിനും ഓരോന്നിന് ഓരോ ആൾക്കാരാണ്. പഠിക്കുക മാത്രം ചെയ്താൽ മതി. ഫുഡ് ഏതൊക്കെ ടൈമിനാണ്? ഫുഡ് രാവിലെ നമുക്ക് 8 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ 7 മണിക്കാണ് രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്ക് 12:45 ഒരു ബ്രേക്ക് ഉണ്ട്, 12:45 ലഞ്ച്. ഉച്ചക്ക് പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഒരു 4:30 ഒക്കെ ആകുമ്പം ടീ ബ്രേക്ക്. പിന്നെ രാത്രി ഒരു 6:45 7 മണി ലഞ്ച്. ലഞ്ചല്ല, ഡിന്നർ. ഫുഡ് ബിരിയാണി, മന്തി, നെയ്ച്ചോറ്, ചിക്കൻ കറിയും, വെജ് ബിരിയാണിയും, പെപ്പർ ചിക്കൻ, അങ്ങനെ ലിസ്റ്റ് പോലെ. അതെ, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ പോയിട്ട് ചോദിച്ചു എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ബിരിയാണി വിട്ടുവെള്ളപ്പണിയപ്പെന്ന് പറഞ്ഞാണ് എന്തായാലും പറഞ്ഞ. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ ഇഷ്ടമാണോ? ഫുഡൊക്കെ ഇഷ്ടമാണ്, അടിപൊളിയാണ് ഫുഡ്. ഒരു ദിവസം എങ്ങനെ കടന്നു പോകുന്നു? ഒരു ദിവസം സ്റ്റാർട്ട് ഒരു രാവിലെ 5 മണിയാണ്. 5 മണിക്ക് കഴിച്ചൊന്ന് ഫ്രഷായി നിസ്കരിച്ച് പല്ലേച്ച് അതൊക്കെ കഴിഞ്ഞൊരു 5:30 ആകുമ്പോഴത്തേക്കും സ്റ്റഡി ഹാളിൽ കയറും. സ്റ്റഡി ഹാളിൽ കയറി അന്നത്തെ ടോപ്പിക് നമുക്ക് അപ്പോൾ നമുക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന സാറാന്ന് വെച്ചിട്ട് ആ സാറിൻ്റെ ടോപ്പിക് ഒന്ന് എടുത്ത് പഠിച്ച് അതൊന്നായി ഒന്ന് റിഫ്രഷായി വരുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ 5:30 അല്ലേ പറഞ്ഞത്? അല്ല, 6 മണിയല്ലേ, 7 മണി. 7 മണിയാകുമ്പോഴത്തേക്കും സ്റ്റഡി ഹാൾ സമയം കഴിയും. അതിന് 7 മണിക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോ ഈശ്വര ഇന്ന് അപ്പം മുട്ടക്കറി ആവണേ അങ്ങനെയൊക്കെ വിചാരിക്കുമോ? ഓ അത് കറക്റ്റ് 7 ദിവസവും കറക്റ്റ് ഇതായിട്ടാണ് ഫുഡ് പോക്ക്. അപ്പൊ നമുക്കറിയാം, ആദ്യം നമുക്കറിയാം ഇതായിരിക്കും പുക്കും കടലാണ്. അപ്പൊ നമുക്ക് ആദ്യം അറിയാം ഫുഡ് കഴിക്കാൻ പോകുമ്പോ. പിന്നെ ഫുഡ് കഴിച്ച് ക്ലാസ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 to 8:30 ഡെയിലി എക്സാം ആണ്. അപ്പൊ തലേന്നത്തെ കണ്ടിട്ട് 8 to 8:30 നമുക്ക് ക്ലാസ് ഉണ്ടാവും. അല്ല, ക്ലാസ്സിൽ എക്സാം ഉണ്ടാവും 8 to 8:30. ക്ലാസ് തന്നെ നമുക്ക് OMR ആയിട്ട്, ഇപ്പൊ നീറ്റ് പറയുകയാണെങ്കിൽ OMR ആയിട്ടാണ് എക്സാം എടുക്കുക. ഒരു 30 മിനിറ്റിന്റെ 25 ക്വസ്റ്റ്യനുള്ള എക്സാം. തലേന്നത്തെ ടോപ്പിക് ആയിരിക്കും. അങ്ങനെ 8:30 ക്ലാസ് തുടങ്ങും. എക്സാമിന്റെ പറഞ്ഞില്ല. 8:30 ക്ലാസ് തുടങ്ങും. പിന്നെ 10:30 വരെ ക്ലാസ് ഉണ്ടാവും. നല്ല സാറുമാർ തന്നെ കിട്ടുക. എൻ്റെ അടുത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഇതെന്താ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള കുറ്റപ്പെടുത്തലൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം എന്ന് പറയും. പിന്നെ ഡൗട്ടുള്ള അപ്പം തന്നെ പോകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ അതുവരെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം 10:30 ഒരു ബ്രേക്ക് ഉണ്ടാവും. 10:30 ബ്രേക്ക് 1/4 മണിക്കൂറാണ്. അവിടെ ആകുമ്പോൾ സ്റ്റോറും ഉണ്ട്. സ്റ്റോറിലെല്ലാം പോയി എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയി എന്തെങ്കിലും കഴിക്കാം. കഴിക്കാനായിട്ടില്ല, നമ്മള് അങ്ങനെ. അപ്പൊ 10:30 ബ്രേക്ക്, എത്ര മണി വരെ? 10:45 വരെ. ഈ ടൈമില് ഇനിയിപ്പം ഒന്നും ചെയ്യണമെന്നില്ലെങ്കിൽ നമുക്ക് അതുവരെ എടുത്ത നോട്ട് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ സാറുമാർ ഫ്രീ ഉണ്ടാവും, സാറുമാരോട് ഡൗട്ട് ചോദിക്കാം. അങ്ങനെ കാര്യങ്ങളിലും സാറുമാരോട് സബ്ജക്ട് വൈസ് ഡൗട്ട് മാത്രമല്ല, എങ്ങനെ പഠിക്കാം, നിങ്ങൾ എങ്ങനെ IITs NITs ആയിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ അവരെങ്ങനെയാണ് പഠിച്ചത് അങ്ങനെയെല്ലാം ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു സമയത്ത് ചോദിച്ചറിയലുണ്ടോ? എനിക്കിപ്പോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഇതിപ്പോ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യണം? അത് പറയാറുണ്ട്. പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് തന്നെ ഇവരിങ്ങനെ പറയേണ്ടത് ഇങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, ഇതൊന്നും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലും ചെയ്യണം. പിന്നെ സാറുമാരടുത്ത് വെച്ചാൽ ഇതുവരെ മറ്റേ PYQs പോലും വരാത്ത ടോപ്പിക്ക് വരെ എടുക്കും. അതായത് വരാൻ സാധ്യതയുള്ള സിലബസിലുള്ള ടോപ്പിക്ക് അടക്കം എടുക്കും. പിന്നെ 10:45 to 12:45 വരെ ക്ലാസ് ഉണ്ടാവും. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതുകൊണ്ട് 12:15 ക്ലാസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ 1:30-1:45 ആകുമ്പോഴത്തേക്ക് പിന്നെയും ക്ലാസ് തുടങ്ങും. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഫുഡ് ഉണ്ടാവും. ഫുഡ് നല്ല ഫുഡാണ്. മറ്റേ മെസ്സൊക്കെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് കഴിച്ചൊക്കെ വരാം. എന്നിട്ട് വേണം നോട്ടൊക്കെ റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 1:30 to 4-4:30 വരെ ക്ലാസ് ഉണ്ടാവും. 4:30 വരെ ക്ലാസ്. ബാക്കി പറയൂ. 4:30 ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ പോയി ഒന്ന് ഫ്രഷായി. പിന്നെ 4:30 to ഒരു 6 മണി വരെ നമുക്ക് ബ്രേക്കാണ്. അപ്പം നമുക്ക് എന്തും കളിക്കാം. നമ്മളപ്പോൾ ഒരു പ്ലേ ടൈം ആണ്. അത് കഴിഞ്ഞ് നമ്മൾ 6 മണി വരെ ഇതാക്കി. പിന്നെ 6 to ഒരു ഗെയിംസ് ഷട്ടില്, ഫുട്ബോള്, അങ്ങനെ ഗെയിംസ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഒരു ഗെയിം കഴിഞ്ഞ് പിന്നെ ഒരു 6 മണി 6 to 6:15 ആൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് കോളിംഗ് ടൈം ഉണ്ടാവും. ഒരു 15 to അരമണിക്കൂർ നമുക്ക് വീട്ടിൽ വിളിക്കാം. അത് കഴിഞ്ഞ് 6:30 കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ ഫുഡ്, രാത്രി ഫുഡ് മെസ്സിൽ 7:30 വരെ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പോയി ഫുഡ് കഴിച്ച് കറക്റ്റ് 7:30 സ്റ്റഡി ഹാള്, രാത്രിത്തെ സ്റ്റഡി ഹാള്. അന്ന് എടുത്ത ടോപ്പിക്ക് പഠിക്കും, സാർമാരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യും, പിന്നെ നമ്മളൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്കും പോയി ഉറങ്ങും. പിന്നെ റിപ്പീറ്റ് തന്നെ രാവിലെ എണീക്കുക. പിന്നെ നമ്മളെ ബാക്ക് കാണുന്നതാണ് നമ്മളെ ടർഫ്. അവിടെ ഒരു ഷട്ടിൽ കോർട്ട് ഉണ്ട്. ഈ ടർഫ് ശരിക്കും ഇന്ന് കുറച്ച് ക്ലീനിങ്ങിന് വേണ്ടി ആൾ വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആളെ കാണുന്നില്ല. ആൾ ഉച്ചയ്ക്ക് ശേഷം വരുമായിരിക്കും. ആൻഡ് ഇതിൻ്റെ ബാക്ക് കാണുന്നത് റിസോർട്ടല്ല, അത് നമ്മളുടെ മെസ്സാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സാണ്. അടിപൊളി. ഇതാ വിഷ്വൽസ് ഇങ്ങനെ കാണാൻ പറ്റും. എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഒരു ഡ്രോൺ ഷോട്ടും കൂടെ കാണിച്ചു തരാം. യെസ്, അല്ല ഞാനും ശരിക്കും ആദ്യം ഇവിടെ വന്നപ്പോൾ അത് നമ്മളുടെ അല്ല, വേറെ ഏതോ ടീമിൻ്റെ വേറെന്തോ സെറ്റപ്പാണെന്ന് വിചാരിച്ചു. പിന്നെയാണ് അറിഞ്ഞത് നമ്മുടെ പിള്ളേരുടെ മെസ്സാണെന്നുള്ളത്. സൺഡേ എന്താ പരിപാടി? സൺഡേ ആണ് നമുക്ക് വീക്കിലി നടത്തുക. വീക്കിലി ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സാം ഉണ്ടാവും. ഒരു 3 hour എക്സാം ആയിരിക്കും. അപ്പോൾ ഉച്ചവരെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും. എക്സാമിന് അന്നേരം നമ്മൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യലും അതും ഇതുമായിട്ട് ഉച്ചവരെ ആവും. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു ബ്രേക്കാണ്. ഒരാഴ്ചത്തേൻ്റെ ഒരു ഹാങ് ഓവർ മാറ്റാണ് എക്സാമിൻ്റെയും. അതൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഹോസ്റ്റലിലെത്തി പിന്നെ ഒരു 1 hour 2 hour ഒരു സാധാ പ്ലേ മോഡില്. അതായത് സൺഡേ ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വീക്കെൻഡ് മൂഡാണ്. എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് കുറെ കളിക്കും, കുറെ കഥ പറഞ്ഞിരിക്കും, പിന്നെ പഠിത്തതായിട്ടുള്ള കാര്യങ്ങളും അങ്ങോട്ട് പോകും.
ബോയ്സോ സൺഡേ ശരിക്കും ഉച്ചയ്ക്ക് ശേഷം എന്താ എക്സാം കഴിഞ്ഞിട്ട്? അതിനു മുമ്പ് വീക്ക്ലി എക്സാം ഈ ജെയ്ക്ക് നീറ്റിനും വേറെ ഒരു രീതിയില്ല. കാരണം ജെയ് മെയിൻസും ജെയ് അഡ്വാൻസ് ഒക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലോ. അപ്പം ഞങ്ങൾക്ക് വീക്ക്ലി എക്സാമും ക്യുമുലേറ്റീവ് ഒക്കെ നടക്കുക ടാബിലാണ്. ടാബിൽ ഓപ്ഷൻ കുത്തി എല്ലാം കൊടുത്ത് അവസാനം സബ്മിറ്റ് ചെയ്യലാണ്. റിസൾട്ട് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ വരും. അങ്ങനെ ഒക്കെ നോക്കിയിട്ട് വേണേൽ കറക്റ്റൊക്കെ ചെയ്യാം. ഏറ്റവും കുട്ടികളെ എല്ലാവരും ഏറ്റവും ഫ്രീ ആയിട്ടിരിക്കുക ഞായറാഴ്ച വൈകുന്നേരം ആയിരിക്കും എക്സാം കഴിഞ്ഞതിന് ശേഷം. കാരണം ആ വീക്ക് കഴിഞ്ഞ് ഇനി അതിൻ്റെ എക്സാം കഴിഞ്ഞ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി നല്ലൊരു ട്രാക്ക് കിട്ടിയല്ലോ. അപ്പം എല്ലാവരും നല്ല ഫ്രീ മൈൻഡിലായിരിക്കും ആകെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കളിക്കുകയൊക്കെ ചെയ്യും. കളിക്കാനാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഗ്രൗണ്ടിൽ ഫുട്ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ ബാഡ്മിൻ്റണോ അങ്ങനെയൊക്കെ എന്ത് വേണേൽ കളിക്കാം. യെസ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി +1 ഇൻ്റഗ്രേറ്റഡിലേക്ക് വരാൻ പോകുന്ന കുട്ടികൾ പഠിക്കാൻ പോകുന്ന ക്യാമ്പസാണിത്. ഇതിൻ്റെ അകത്തുള്ള വൈബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസ്സിലേക്കൊക്കെ നമുക്ക് പോകാം. മൊത്തത്തിലൊന്ന് കണ്ടോളൂ. ഇവിടുത്തെ ഒരു ഇൻഫ്ര അടിപൊളി പരിപാടിയാണ്. ക്യാമ്പസ് ഓൾറെഡി പുറത്തുള്ള വ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അകത്ത് ഇതാണ് അവസ്ഥ. ആൻഡ് ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ യെസ്, അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസ് റൂം വരുന്നത്. ഇവിടെ 3 ഫ്ലോറിലും നമ്മളെ ക്ലാസ്സുകളുണ്ട്. നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെ ആയിട്ട് കിടലൻ എന്താ പറയുക ഡിജിറ്റൽ ബോർഡായിട്ട് നല്ല AC സെറ്റപ്പായിട്ട് നല്ല വെളിച്ചവും കാര്യമുള്ള എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ടീച്ചറിനെ നല്ല വിസിബിലിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു കുട്ടിക്കും കാണാണ്ടാകുക ഒന്നുമില്ല. ആൻഡ് ദാ ഇവിടെ പോയി ആ കാണുന്നതാണ് നമ്മളുടെ പ്രെയർ ഹോൾ, ഈ കാണുന്നതാണ് നമ്മളുടെ സ്റ്റോർ, ഈ കാണുന്നതാണ് ലൈബ്രറി, ഇതാണ് ലിഫ്റ്റ്. വേണ്ടവർക്ക് ഉപയോഗിക്കാം. പ്രായമായ നീറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തെ വിശേഷങ്ങൾ. ഇവിടെ ഓഫീസുണ്ട്. ഇവരെ മെൻറ്റേഴ്സൊക്കെ അവിടെയാണ് ഉണ്ടാകുക. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എന്നൊരു ഭയങ്കര ആഗ്രഹമാണ് ഉമ്മാക്കും ഉപ്പാക്കൊരു ഡോക്ടറായിട്ട് കാണണം. അത് മീൻസ് ഭയങ്കര വലിയ ആളായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഡോക്ടറല്ല, എല്ലാവർക്കും സാധാ ആൾക്കാർക്ക് വരെ ജനങ്ങളിലേക്ക് ഇറങ്ങി പാവങ്ങൾ പ്രതീക്ഷയായിട്ട് മാറുന്ന ഒരു മോളായിട്ട് മാറണം എന്നാണ് ഉപ്പൻ്റെ ഉമ്മൻ്റെ ഒക്കെ ആഗ്രഹം. ഇദ്ദേഹം പിന്നെ എല്ലാം സ്വന്തം ആഗ്രഹം, സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യം. രണ്ടാൾക്കാരും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. രണ്ടാൾക്കാരുടെയും ഡ്രീമുകളും അങ്ങനെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ? വെൽ, നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് ഹൈ ആയിക്കുവാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ സങ്കല്പിക്കാം, നിനക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട്. ഓക്കെ ആൻഡ് +2 കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഫുട്ബോൾ ടീമിലേക്ക് ഒരു സെലക്ഷൻ ഉണ്ട്. ആൻഡ് മോൻ അത്യാവശ്യം ഫുട്ബോളൊക്കെ കളിക്കും. ആൻഡ് നിനക്കൊരു ആഗ്രഹമുണ്ട്, മോനും ആഗ്രഹമുണ്ട് എന്ത്, ആ ഒരു ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടാൻ. എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നാട്ടിലെ ഏതെങ്കിലും സ്കൂളിൽ തന്നെ +1 +2 പഠിപ്പിക്കാം. അതിൻ്റെ കൂടെ വൈകുന്നേരമൊക്കെ എന്ത് ചെയ്യും, വന്ന് കളിച്ചോളും. എന്നിട്ട് +2 കഴിഞ്ഞിട്ട് സെലക്ഷന് പോകാം. ആണ് ഒന്നാമത്തെ ഓപ്ഷൻ, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തുണ്ട്, നാട്ടിലൊരു അടിപൊളി സ്പോർട്സ് സ്കൂളുണ്ട്, ഫുട്ബോൾ കോച്ചിങ്ങിന് പേര് കേട്ട്. ആൻഡ് അവിടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, +1 +2 അവിടുന്ന് പഠിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ വളരെ ചിട്ടയായിട്ടുള്ള ഇതിൻ്റെ കോച്ചിങ്ങും കിട്ടും. അത് കഴിഞ്ഞിട്ട് സെലക്ഷന് പോവാം. ഏതായിരിക്കും ഈ ഓപ്ഷൻ 2? ഓപ്ഷൻ ബി. എന്റെ മകന്, എന്റെ ജനിക്കാത്ത മകന് വേണ്ടി ഇപ്പോഴേ ഞാൻ ചൂസ് ചെയ്യുന്നു ഓപ്ഷൻ ബി. എന്തുകൊണ്ടാന്ന് കൂടി പറയാം. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ +1 +2 ഒക്കെ പഠനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് കളിക്കുമ്പോൾ അവിടെ ഓന് വ്യക്തമായ ഒരു കോച്ചിങ് കിട്ടാത്ത പോലെ. ഓന്റെ ഒരു കഴിവ് വെച്ചിട്ടാണ് പഠിച്ചു. മറ്റേതായി കഴിഞ്ഞാൽ ഒരു അടിപൊളി കോച്ച് അവിടെ ഉണ്ടാവും. ആൻഡ് അവിടെ ചുറ്റിലുള്ളവരൊക്കെ അതും അതിനേക്കാൾ വലിയ ഡ്രീമായിട്ട് വരുന്നു, ഒരൊറ്റ ലക്ഷ്യമായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അത് ഉറപ്പായിട്ട് ഓനെ ഇൻഫ്ലുവൻസ്. ഒരു ഫുട്ബോൾ ടീമിൽ, സ്റ്റേറ്റ് ടീമിലേക്ക് കയറണമെങ്കിൽ ചുമ്മാ കളിച്ചപ്പോൾ ചിലപ്പം അപ്പുറം ഡിഫൻഡർ അവിടെയാണ് നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ വെട്ടിപ്പോകണം എന്നൊക്കെ എന്തായിരിക്കും അവിടെ കോച്ചായിരിക്കും പഠിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഓന്റെ മൂഡ് പോലെ ആയിരിക്കും, ഇന്നെന്നാ കളിക്കണ്ട, IPL ഉണ്ട്. അതേസമയം ഇവിടെ രാവിലെ 5 മണിക്ക് എഴുന്നേപ്പിച്ച് ചിലപ്പോൾ 2 റൗണ്ട് ഓടിപ്പിക്കും, പിന്നെ കുറച്ച് എക്സസൈസ്. അപ്പൊ ആ ഒരു പ്രോപ്പർ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുക അവർ വർക്ക്. പിന്നെ ഒബ്വിയസ്ലി ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നാട്ടിലാകുമ്പോൾ ഇപ്പൊ ഒരു കല്യാണം വരുമ്പോൾ അല്ലെ സ്കൂൾ യുവജനോത്സവം എന്താണെങ്കിലും അവന്റെ കളി മിസ്സാവും. പക്ഷെ അതൊന്നും ഇല്ലാതെ എന്ത് അവന് പഠിക്കാൻ പറ്റും. അപ്പം കേരള ഫുട്ബോൾ ടീമിൽ ചേരാൻ സ്പോർട്സ് സ്കൂൾ ആണെങ്കിൽ നിന്റെ മോന് അല്ലെ ജനിക്കാൻ പോകുന്ന മോന് 10ാം ക്ലാസ്സിന് ശേഷം ഒരു ഗവൺമെന്റ് MBBS കിട്ടണം, അല്ലെങ്കിൽ NIT IIT പോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടണം എപ്പോ +2 ശേഷം എന്നുണ്ടെങ്കിൽ അതിന് ഇതേപോലെ നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നാട്ടിലൊരു സ്കൂൾ പഠിപ്പിക്കാം, എന്നിട്ട് ഓൻ പഠിച്ചോളൂ എന്നുള്ള പ്രതീക്ഷിക്കാം. ഓർ എന്താണ്, ഇതിന് പ്രൊഫഷണലി എന്താണ് കോച്ചിങ് കൊടുക്കുന്ന സ്കൂളുകളിൽ ചേർക്കുക. അവിടെ +1 +2 അവൻ പഠിക്കും, അതിന്റെ കൂടെ തന്നെ ഈ നീറ്റിനും JEEക്കും വേണ്ടിയുള്ള കോച്ചിങ് അവന് കിട്ടും.
അതിന് പറയുന്ന പേരാണ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ. അവിടെ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ് അവിടെ അഡ്വാൻറ്റേജ് കിട്ടുക. അതായത് അടിപൊളി ടീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പം എൻട്രൻസ് ട്യൂഷൻ എന്നല്ലല്ലോ പറയാറുള്ളത്, എന്താ പറയാ, എൻട്രൻസ് കോച്ചിങ് എന്നാണ്. അതായത് കൃത്യമായിട്ട് എന്താണ് ഒരു ഫുട്ബോൾ കോച്ച് എങ്ങനെയാണ് കോച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എൻട്രൻസിന് എന്ത് ചെയ്യുക നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ കൃത്യം സിസ്റ്റം ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും അവന് ഉഴപ്പാനുള്ള ഒരു അവസരമില്ല, ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. അടുത്ത 2 വർഷം എന്താണ് അവൻ സ്മാർട്ട് ഫോൺ കാണൂല, അവന്റെ കയ്യിൽ ഉണ്ടാവുക ആ ചെറിയ കീപാഡ് ഫോൺ ആയിരിക്കും. അതും ആഴ്ചയിൽ 3 ദിവസം പാരന്റ്സിനെ വിളിക്കാൻ വേണ്ടി മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ തന്നെ എന്തായിരിക്കും മിനിമം ഒരു 10-250 മാർക്ക് അവന് കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഇന്റഗ്രേറ്റഡ് എഡ്യൂപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ വരുന്ന മുഴുവൻ കുട്ടികൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എൻട്രൻസ്. ആൻഡ് പ്രത്യേകം ഇത് കാണുന്ന പാരന്റ്സിനും കൂടെ പറയണം, ഇതൊരു ദുർഗുണ പരിഹാരശാലയായിട്ട് എന്ത് ചെയ്ത് നിങ്ങൾ കാണരുത്. ഇവിടെ നമ്മൾ എൻട്രൻസ് ലക്ഷ്യം വെക്കുന്ന കുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കൊടുത്ത് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു 2 വർഷം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ എന്താണ് കച്ചറായി പോകുന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്നില്ല. എൻട്രൻസ് നോക്കുന്ന കുട്ടികളെ ഇവിടെ 100% ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ജോസ് സാർ പറയുന്നത് ആരെങ്കിലും ഇങ്ങോട്ട് വരണ്ട, നല്ലൊരു എയിമുമായി ഇതിന്റെ ആഗ്രഹമുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് ചെയ്യും പഠിപ്പിക്കും. അതേ സ്ഥാനത്ത് നാട്ടിൽ നിന്നാൽ അവൻ ചിലപ്പോൾ എന്തായിരിക്കും വല്ല കഞ്ചാവിനും ആയിപ്പോ. അതുകൊണ്ട് എന്ത് ചെയ്യുക ഇവിടെ ചേർക്കുക, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചേർക്കുക എന്നുള്ള പരിപാടിക്ക് ഈ സ്കൂള് പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല ഹെവി കോച്ചിങ് ആയിരിക്കും. ഇപ്പൊ നേരത്തെ പോലെ ഫുട്ബോളിനൊന്നും താല്പര്യം ഇല്ലാത്ത ഒരു തന്നെ എന്ത് ചെയ്യാണ്, അവൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അടിയാവും പിടിയാവും എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ കോച്ചിങ് സെന്ററിൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതേ പ്രശ്നം ഇവിടെ ഉണ്ട്. കുട്ടിക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ വെൽക്കം. നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പഠിക്കാനും കൂടെ തയ്യാറാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? പഠിക്കണം. 75% എന്താണ് നിങ്ങൾ എഫേർട്ടാണ്. ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കുന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയിലൊരു ടോപ്പ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ NIT IIT പോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്താൻ പറ്റുമെന്ന് മാത്രമല്ല, ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലൊരു സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ കൾച്ചറലി എന്തായിരിക്കും നിങ്ങൾ മച്ച് ബെറ്റർ ആയിട്ടായിരിക്കും ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോവാം. സോ ഇതൊരു 2 വർഷത്തെ തപസ് പോലെ കണക്കാക്കാം. തപസ്സിന് ശേഷം അടിപൊളിയായിട്ട് നിങ്ങൾ തിരിച്ചു പോകും. പക്ഷെ എന്ത് ചെയ്യണം, പഠിക്കാൻ തയ്യാറായി എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ വരിക.